ഇന്ന് നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് അതിൻ്റെ റൈസ് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള റൈസ് തയ്യാറാക്കാം. നമ്മളിപ്പോൾ ഉച്ചക്കേക്കാണ് ഈ റൈസ് തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ ഇതിൻ്റെ ചോറ് ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് തണുക്കാൻ വെക്കാം. അതിനുശേഷം ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. നമുക്ക് ആദ്യം റൈസ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 2-3 ഡ്രോപ്സ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബസ്മതി റൈസിനെ നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു റൈസ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ റൈസ് ഒരു 1/4 ഭാഗം മാത്രമേ വേവാൻ പാടുള്ളൂ. ഒരു 1/4 ഭാഗം വെന്ത് വരുമ്പോഴത്തേക്കും തന്നെ നമുക്കിതിനെ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വെള്ളം ഊറ്റിയതിന് ശേഷം നന്നായിട്ട് തണുക്കാൻ വെക്കണം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ മുട്ട നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു പാനോ അല്ലെങ്കിൽ ഒരു കടായോ എടുത്തിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അടിച്ചു വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ട നന്നായി ചിക്കിയെടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ മുട്ട വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ എഗ് ഫ്രൈഡ് റൈസിനുള്ള മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഞാനിവിടെ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ക്യാബേജ്, 1/4 കപ്പ് ബീൻസ്, 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ക്യാരറ്റ് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ബീൻസ്, പിന്നെ ക്യാബേജ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ, അങ്ങനെ ഇട്ട് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഈ ഒരു വെജിറ്റബിൾസ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ റൈസ് തയ്യാറാക്കുന്ന സമയത്തും അതുപോലെ മുട്ട വറുക്കുന്ന സമയത്തെല്ലാം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക്
1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. ഈ വിനീഗർ ചേർക്കുമ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സോയാ സോസാണ്. സോയാ സോസ് നിങ്ങൾ എന്തായാലും ചേർക്കണം. 2 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. സോസെല്ലാം ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച മുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു ചോറും മുട്ടയെല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചോറ് ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിവിടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.